നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ട്രാവൽ ഫുഡി ടോം ആണ്. അപ്പോൾ എല്ലാവരും വിചാരിക്കും ട്രാവൽ ഫുഡി ടോം എന്താണെന്നല്ലേ. അപ്പോൾ ശരിക്കും എൻ്റെ പേര് പറഞ്ഞാൽ ആകാശ് ടോം ആണ്. അപ്പോൾ ഞാനാണ് ഈ ചാനലൊക്കെ നോക്കി വീഡിയോ. അപ്പോൾ മുന്നേക്ക് ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ ഒരു വീഡിയോയിലൊക്കെ ഞാൻ എൻ്റെ മുഖം കാണിച്ചിട്ട് വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു ഇൻട്രോ ഇങ്ങനെ കൊടുക്കാൻ കാരണം ഇതൊരു കുറച്ച് ഇതിൻ്റെ മുമ്പ് കുറച്ചൊരു കഥ പറയാനുണ്ട്. ഈ റെസിപ്പിയുടെ പേരിലൊരു കഥ പറയാനുണ്ട്. ഇപ്പോൾ 2 വർഷം മുമ്പ്, കാരണം കോവിഡൊക്കെ തുടങ്ങുന്ന കുറച്ച് മുന്നേ ഞാൻ മുംബൈ വരെ പോയിരുന്നു. മുംബൈ പോയപ്പോൾ അവിടെ ഒരു ലെജൻഡറി ആയിട്ട് ഇറാനി കഫേ ഞാൻ പോയിരുന്നു. അപ്പോൾ ആ ഇറാനി കഫേയുടെ പേരെന്ന് പറയുന്നത് ഒരു ബ്രിട്ടാനി ആൻഡ് കോ, ഒരു 91 വർഷത്തോളം പഴക്കമുള്ള ഇറാനിയൻ റെസ്റ്റോറൻ്റ് ആയിരുന്നത്. അപ്പോൾ അവിടെ പോയിട്ട് ഞാനൊരു അവരുടെ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള ലെജൻഡറി ആയിട്ടുള്ള ബൺ മസ്ക കഴിച്ചു. ബൺ മസ്ക എന്ന് പറഞ്ഞ സാധനം എന്ന് വെച്ചാൽ ബണ്ണിൻ്റെ അകത്ത് നല്ല രീതിയിൽ തന്നെ ബട്ടർ തേച്ച് ഒന്ന് തേച്ച് തരുന്നതാണ്. അപ്പോൾ ബണ്ണ് ഓൾറെഡി നല്ല സ്വീറ്റൊക്കെ ഉണ്ട്, പഞ്ചസാരയൊക്കെ ഇട്ടുണ്ടാക്കുന്ന ബണ്ണ്. അപ്പോൾ അതുകൊണ്ട് നല്ല സ്വീറ്റാണ്. അതിൻ്റെ ഇടയ്ക്ക് ഈ ബട്ടറും കൂടെ തേച്ചിട്ട് അവരുടെ ഇറാനിയൻ ടീ ഉണ്ട്, അതാണ് അവിടുത്തെ ഹൈലൈറ്റ്. ആ ഇറാനിയൻ ടീ കുടിക്കുന്നപ്പോൾ ആ ഇറാനിയൻ ടീയും ഈ ബൺ മസ്കയും കൂടി കഴിക്കുമ്പോൾ അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതൊന്ന് റീക്രിയേറ്റ് ചെയ്യാനുള്ള ഉദ്ദേശത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ ആ വീഡിയോ ആണെന്ന്. അപ്പോൾ അത് നമ്മളൊന്ന് റീക്രിയേറ്റ് ചെയ്ത് നമ്മുടെ വീട്ടിൽ തന്നെ ഒന്ന് ഉണ്ടാക്കി നോക്കാൻ വിചാരിച്ചിട്ടാണ് ഇന്നത്തെ പരിപാടി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക്. അപ്പോൾ ബൺ മസ്കയ്ക്ക് ആവശ്യമുള്ള ബണ്ണാണ് നമ്മൾ ആദ്യം ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് 2 കപ്പ് മൈദ ഇട്ട് കൊടുത്തു. മൈദ വേണമെങ്കിൽ ഒന്ന് അരിച്ചിട്ട് കൊടുക്കുന്നത് കുറച്ചുകൂടി നന്നാവും. ഞാൻ നേരത്തെ അരിച്ചു വെച്ചതുകൊണ്ടാണ് ഞാൻ വീഡിയോയിലൊന്നും കാണിക്കാത്തത്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ഒന്ന് അരിച്ചൊഴിക്കാൻ ശ്രദ്ധിക്കണം. എന്നിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ഞാൻ ചേർക്കുന്നുണ്ട്. പാൽപ്പൊടിക്ക് പകരം നിങ്ങൾക്ക് പാൽ ഉപയോഗിക്കാം. അപ്പോൾ നമ്മൾ ഈസ്റ്റ് ചേർക്കുമ്പോൾ പാലിൽ ഇട്ട് ഈസ്റ്റിന് കലക്കി കുറച്ചു നേരം വെച്ചിട്ട് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ നമ്മൾ ഉപ്പ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ചേർക്കുന്നുണ്ട്. 3 ടേബിൾ സ്പൂൺ ആണ് ഉപയോഗിക്കുന്നത്. അപ്പം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ മധുരം നമ്മുടെ ബണ്ണിലുണ്ടാവും. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ നമ്മൾ ഈസ്റ്റും കൂടി ചേർത്ത്, ഡ്രൈ ഈസ്റ്റും കൂടി ചേർത്ത് നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്തു. അപ്പം ഓൾറെഡി നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് നമ്മൾ ഇളം ചൂടുവെള്ളമാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഓവർ ചൂടൊന്നും പാടില്ല, ഓവർ തണുത്തും പാടില്ല. അപ്പോൾ ഇളം ചൂടുവെള്ളമാണ് നമ്മൾ ഇത് ഉപയോഗിക്കേണ്ടത്. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുക്കണം. ഇപ്പോൾ മാവ് കുഴയ്ക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ആവശ്യത്തിന് മാത്രം വെള്ളം ഒഴിച്ച് നല്ല രീതിയിൽ തന്നെ കുഴച്ചെടുക്കുക. അപ്പം നമ്മൾ ചപ്പാത്തി ഉണ്ടെങ്കിലും കുറച്ചും കൂടി ലൂസായ രീതി വേണം നമ്മൾ മാവിരിക്കാൻ. ഏകദേശം ഇതുപോലെയൊക്കെ ഇരിക്കണം. അപ്പം നമ്മുടെ മാവൊക്കെ നല്ല രീതിയിൽ തന്നെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 1/2 കപ്പ് ടൂട്ടി ഫ്രൂട്ടി ഇട്ട് കൊടുക്കണം. അപ്പോൾ ടൂട്ടി ഫ്രൂട്ടി എല്ലാം സൂപ്പർ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഞാൻ ആ ബ്രിട്ടാനിയൻകോ റെസ്റ്റോറൻറ്റ് കഴിച്ച ബണ്ണിൽ പോലും ഞാൻ ഈ ടൂട്ടി ഫ്രൂട്ടി കണ്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ ബണ്ണിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് അതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കണം. എന്നിട്ട് അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ബട്ടർ ഇടുമ്പോൾ കുറച്ചുകൂടി മാവ് സോഫ്റ്റ് ആവും. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് കുഴച്ചെടുത്ത് ഇതുപോലെ ഒരു ഉണ്ടയാക്കിയിട്ട് നമ്മളൊരു 1 മണിക്കൂർ അല്ലെങ്കിൽ 1.5 മണിക്കൂറൊക്കെ നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കുകയാണ്. ഒരു നനഞ്ഞ തുണി വെച്ച് നമ്മളിത് അടച്ചു വെക്കാൻ മറക്കരുത്. എന്നാലേ നമ്മുടെ മാവൊക്കെ ഒന്ന് നല്ല രീതിയിൽ തന്നെ പൊങ്ങി വരത്തുള്ളൂ. 1-2 മണിക്കൂർ ഇങ്ങനെ അടച്ചു വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മാവ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊങ്ങി വരും. അപ്പോൾ 1 മണിക്കൂറിന് ശേഷം ഞാൻ ആ തുണിയൊക്കെ മാറ്റിയപ്പോൾ നമ്മുടെ മാവ് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി അതിന് നമ്മളൊരു ടേബിൾ ടോപ്പിലേക്കോ അല്ലെങ്കിൽ ഇതുപോലത്തെ കട്ടിംഗ് ബോർഡിൽ നമ്മൾ കുറച്ച് മൈദ ഡസ്റ്റ് ചെയ്തിട്ട് ഇനി അതിലിട്ട് നമ്മളൊന്ന് കുഴച്ചെടുക്കാൻ പോവാണ്. അപ്പോൾ മാവ് ഇതുപോലെ ഉള്ളിലോട്ട് അല്ലെങ്കിൽ മുന്നോട്ട് ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് വേണം നമ്മൾ കുഴച്ചെടുക്കാൻ. ഏകദേശം ഒരു 15 മിനിറ്റോളം നമ്മൾ ഇതുപോലെ കുഴച്ചെടുക്കണം. എന്നാലേ നമ്മുടെ ബണ്ണ് നല്ല രീതിയിൽ തന്നെ സോഫ്റ്റ് ആവത്തുള്ളൂ. എന്നിട്ട് ഇതുപോലെ ഒരു പൈപ്പ് പോലെ ആക്കി നമ്മൾ ഇതിനെ ഒരു 5 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്യണം. ഇപ്പം നിങ്ങൾ കണ്ടില്ല, നമ്മുടെ ടോട്ടൽ മാവ് നമ്മൾ ഒരു 5 പോർഷനായിട്ട് ഡിവൈഡ് ചെയ്തു. എന്നിട്ട് ഓരോ പോർഷൻ എടുത്ത് നമ്മൾ ഇതുപോലെ അകത്തോട്ട് പ്രസ് ചെയ്യണം. എന്നിട്ട് ഒരു ബണ്ണിന്റെ ഷേപ്പിലാക്കി നമ്മൾ എടുത്ത് മാറ്റി വെക്കണം. ഇത് കണ്ടിട്ട് നിങ്ങൾ ആരും തെറ്റിദ്ധരിക്കേണ്ട, നമ്മൾ ബണ്ണ് ബേക്ക് ചെയ്യുന്നത് ഇഡ്ഡലി തട്ടിലാണ്, ഓവനിലല്ല. നമ്മൾ നോർമലായിട്ട് നമ്മൾ സ്റ്റൗവിലാണ് നമ്മൾ ബണ്ണ് ഇപ്രാവശ്യം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇടിത്തട്ടിൻ്റെ അകത്ത് ഈ കുഴികളുടെ അകത്ത് ഞാൻ ബട്ടർ തേച്ച് വെക്കുന്നുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബട്ടർ തേക്കണം. അപ്പോൾ ഓവനുള്ളവർ ഓവനിൽ ചെയ്യാം, കുക്കറിൽ ചെയ്യുന്നത് ഇഷ്ടമുള്ളവർക്ക് കുക്കറിലും ചെയ്യാം. അപ്പോൾ ഈ മെത്തേഡും നിങ്ങൾക്ക് ഉപയോഗിക്കാം. എന്നിട്ട് നല്ല രീതിയിൽ തന്നെ എല്ലാ കുഴിയിലും ബട്ടർ തേച്ചിട്ട് എന്നിട്ട് ഈ ഓരോ ബണ്ണും അല്ലെങ്കിൽ ഓരോ മാവും നമ്മൾ ഈ ഓരോ കുഴിയിലെടുത്ത് വെക്കണം. അപ്പോൾ 4 കുഴിയുള്ളതുകൊണ്ട് നമുക്ക് 4 ബണ്ണേ നമുക്ക് ഒരുമിച്ച് ബേക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒരു 5 മണ്ണിന്റെ മാവ് നമ്മുടെ ഉണ്ടായിരുന്നു, പക്ഷേ നമ്മൾ 4 എണ്ണം ഒരുമിച്ച് ബേക്ക് ചെയ്യണുള്ളൂ. എന്നിട്ട് ഇതെല്ലാം കൂടി ഇതുപോലെ നമ്മൾ ഈ കുഴിയിലെല്ലാം എടുത്ത് വെച്ച് ഒരു 10 മിനിറ്റ് ഈ നനഞ്ഞ തുണി വെച്ച് അടച്ചു വെക്കണം ഈ മാവ്. ആ മാവ് ഒന്ന് പൊങ്ങി വരാൻ വേണ്ടിയാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. ആ സമയം കൊണ്ട് നമ്മൾ ചെറിയൊരു ബൗളിലേക്ക് ഒരു 1/2 കപ്പ് പാൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ പഞ്ചസാരയും കൂടി ഇട്ട് നന്നായിട്ട് ഇളക്കി വെക്കണം. ആ 10 മിനിറ്റ് കഴിഞ്ഞ് ബണ്ണൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ അതിന്റെ മുകളിലേക്ക് ഈ പാല് തേച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. എല്ലാ ബണ്ണിന്റെ മുകളിലും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഈ പാല് തേച്ച് ഒഴിക്കണം. എന്നാലേ നമ്മുടെ ബണ്ണിന്റെ മുകൾ ഭാഗം നല്ല ബ്രൗണിഷ് കളർ ആവത്തുള്ളൂ. ഓവനിൽ ചെയ്യുന്നവരായാലും കുക്കറിലോ അല്ലെങ്കിൽ സോസ് പാനിലൊക്കെ ചെയ്യുന്നവരായാലും ഈ പാൽ ഇതുപോലെ തേച്ച് കൊടുത്താലേ നമ്മുടെ ബണ്ണിന്റെ മുകൾ ഭാഗം ബ്രൗണിഷ് കളർ ആവത്തുള്ളൂ.
അപ്പോൾ ഞാൻ ബേക്ക് ചെയ്യുന്ന ഇതുപോലത്തെ ഒരു സോസ് പാനിൻ്റെ അകത്താണ്. അപ്പോൾ അതിൻ്റെ അകത്തോട്ട് നമ്മൾ ഈ ഇഡ്ഡലി തട്ട് വെച്ച് കൊടുത്തിട്ട് പാത്രം അടച്ച ഒരു 20 മിനിറ്റാണ് നമ്മൾ ബേക്ക് ചെയ്തെടുക്കുന്നത്. അപ്പോൾ 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വേണം ബേക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ ഓവൺ ചെയ്യുന്നവരാണെങ്കിൽ ഒരു 180 ഡിഗ്രി സെൽഷ്യസിൽ 12 to 15 മിനിറ്റ് ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ നല്ലൊരു ബണ്ണ് കിട്ടും. അപ്പോൾ ഇതുപോലെ കുക്കറിലോ അല്ലെങ്കിൽ സോസ് പാനിലൊക്കെ ചെയ്യുന്നവരാണെങ്കിൽ 25 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമ്മൾ ബേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ബൺ മസ്കയ്ക്കുള്ള ബണ്ണ് റെഡിയാവും. അപ്പോൾ അങ്ങനെ 25 മിനിറ്റ് എനിക്ക് എടുത്തു ബേക്ക് ചെയ്ത് ഇതുപോലെ ഒന്ന് കളറായിട്ട് വരാൻ. അങ്ങനെ ചൂടാറാൻ വേണ്ടി ഒന്ന് സൈഡിലേക്ക് എടുത്ത് വെക്കണം, എന്നാലേ നമ്മുടെ ഇഡ്ഡലി തട്ടെന്ന് ഈ ബണ്ണൊന്ന് വിട്ടു പോരത്തുള്ളൂ. അങ്ങനെ നമ്മുടെ ബൺ മസ്കയ്ക്ക് ആവശ്യമുള്ള ബണ്ണ് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല രീതിയിൽ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള ബണ്ണാണത്. ഇനി നമുക്ക് ബൺ മസ്ക് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ നമ്മുടെ ബണ്ണിന്റെ സെന്ററിൽ കൂടെ നമ്മൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ബണ്ണ് നല്ല സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ നല്ല രീതിയിൽ തന്നെ സുഖമായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട് നമുക്ക്. കാരണം നമ്മുടെ അകമൊക്കെ കണ്ടിരുന്നു നല്ല രീതിയിൽ തന്നെ ടൂട്ടി ഫ്രൂട്ടിയൊക്കെ നല്ല ഭംഗിയായിട്ടുണ്ട്. ഇനി ഒരു ചെറിയൊരു സ്പൂൺ എടുത്ത് നമ്മൾ ഇതുപോലെ ഇതിന്റെ അകത്തോട്ട് നമ്മൾ നല്ല രീതിയിൽ തന്നെ ബട്ടർ തേച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. മുംബൈയിലുള്ള ഇറാനി കഫേകളിലൊക്കെ ബൺ മസ്ക് ഉണ്ടാക്കുന്ന സ്ഥലത്ത് നോക്കിക്കഴിഞ്ഞാൽ അവർ വലിയൊരു പാത്രത്തിൽ നിറച്ചും ബട്ടർ ഇപ്പോൾ ഉണ്ടാവും. അപ്പോൾ ഓരോ ഓർഡർ വരുമ്പോൾ ഈ ബണ്ണ് ഇതുപോലെ സെന്ററിൽ കട്ട് ചെയ്തിട്ട് നിറച്ചും രണ്ട് സൈഡും ബട്ടർ തേച്ചും മേഖലയിലും ബട്ടർ തേച്ചിട്ടാണ് നമുക്ക് തരുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ലെജൻഡറി ആയുള്ള ബൺ മസ്ക. അപ്പോൾ ഇത് ഞാൻ വീട്ടിലുണ്ടാക്കിയത്. അപ്പോൾ നിങ്ങൾ മുംബൈയിലൊക്കെ പോകണമെങ്കിൽ മുംബൈ പോയി ഞാൻ പറഞ്ഞ ബ്രിട്ടാനിയൻ കമ്പനിയിൽ പോയി കഴിച്ചു നോക്കണം. അവിടെ മുംബൈയിൽ കുറേ ഇറാനിയൻ കഫേ ഉണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ കഫേയിലും ഇത് അവൈലബിൾ ആണ്. അപ്പോൾ വീട്ടിൽ ഞാൻ ഇതൊന്നും ഉണ്ടാക്കി നോക്കുന്ന കുറേ കാലം ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇതാണ് ബൺ മസ്ക. ഞാൻ സ്വന്തമായിട്ട് ഉണ്ടാക്കിക്കൊണ്ട് മറ്റേ ഇഡ്ഡലി തട്ടിൽ ഉണ്ടാക്കിക്കൊണ്ടാണ് ഇതിൻ്റെ താഴെ ഇങ്ങനെ ഇരിക്കുക. അല്ലെങ്കിൽ നോർമൽ നമ്മൾ ബേക്കിംഗ് ചെയ്യുന്ന പോലെ ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് പ്രോപ്പറായിട്ടുള്ള ബണ്ണ് കിട്ടും. അപ്പോൾ ഈ ഇഡ്ഡലി തട്ടി ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കുന്നത്. പക്ഷേ നല്ല ടേസ്റ്റാണ്. ഞാൻ കഴിച്ചു നോക്കി, ഒരു പ്രാവശ്യം ഞാൻ ബൈറ്റ് എടുത്ത് കഴിച്ചില്ല. ഉണ്ടോ, ഇതിൻ്റെ ഇടയ്ക്ക് നിറച്ച് ഞാൻ ബട്ടർ വെച്ചിട്ടുണ്ട്, മേളിലും ബട്ടർ വെച്ചിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു കിട്ടുന്ന ടേസ്റ്റാണ്. ഇത് കഴിക്കുന്ന രീതി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇതിൻ്റെ കണ്ട സെൻറ്ററിൽ നല്ല ബട്ടറാണ്, അതിൻ്റെ മേളിലും ബട്ടറാണ്. അപ്പോൾ നൈസായിട്ട് ഇത് ശരിക്കും ഈ പകരം എനിക്ക് ഒരു ഇറാനിയൻ ചായയാണ് വേണ്ടത്, അല്ലെങ്കിൽ ഇറാനിയൻ ടീ ആണ് വേണ്ടത്. പക്ഷേ എനിക്ക് നമ്മുടെ നോർമൽ ചായയാണ്. ഈ ബണ്ണെടുത്ത് ഇങ്ങനെ ഇതിൽ മുക്കിയിട്ട് കണ്ടോ, ഇത് മുക്കിയിട്ട് വേണം കഴിക്കാൻ. എന്നിട്ട് ഒരു അടി വെച്ചു. ഇങ്ങനെയാണ് ശരിക്കും കഴിക്കേണ്ടത്. അപ്പോൾ നോർമൽ ബേക്ക് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നോർമൽ ബേക്ക് ചെയ്യുന്നതോടെ ചെയ്താൽ മതി. അപ്പോൾ കുറച്ചുകൂടി നല്ല രീതിയിൽ ഫ്ലഫി ആയിട്ടുള്ള ബണ്ണ് കിട്ടും. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ സെൻറ്ററിൽ കട്ട് ചെയ്തിട്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ബട്ടർ തേച്ചിട്ട് ഇങ്ങനെ ചായയിൽ ഇങ്ങനെ മുക്കി ഒരു ബൈറ്റ് ഇങ്ങനെ എടുക്കണം. അപ്പോൾ എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്തോണം, ഈസി റെസിപ്പിയാണ്. അപ്പോൾ ഒരു ചായയും കൊടുത്ത് ഞാൻ അടുത്ത ദിവസം കാണാം കേട്ടോ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. ബൈ ബൈ.